ഹലോ എവ്രിവൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ഒരു ബുക്കൊക്കെ എടുത്തു വെച്ച് ബുക്കും പേനയൊക്കെ എടുത്തു വെച്ച് ടീച്ചർമ്മ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം കേട്ടോ. യെസ്, റെഡി അല്ലേ എല്ലാവരും? അപ്പോ ഇന്ന് നമ്മള് മനസ്സിലാക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡു നോട്ട് ഷെയർ ദീസ് 9 തിങ്സ് വിത്ത് യുവർ ഹസ്ബൻഡ്. അതായത് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട 9 സീക്രട്സ് അല്ലെങ്കിൽ രഹസ്യങ്ങളാണ് ടീച്ചർമ്മ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഈ രഹസ്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഭർത്താവിനോട് പറയാൻ പാടില്ല. അപ്പൊ ഈ 9 രഹസ്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അതായത് ആരും പറഞ്ഞു തരാത്ത ഈ രഹസ്യങ്ങള് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ക്ലാസ് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ തകർക്കാനിടയാവും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് സൈക്കോളജി ബേസ്ഡ് ആണ്. അതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കഥകളുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പ് കോച്ചായിട്ട് പ്രവർത്തിച്ച ആ ഒരു അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. പോയിന്റ് നമ്പർ 1 എഴുതി പോണേ. ഒന്നാമത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ പാസ്റ്റ് അഫെയർ ഓർ ക്രഷസ്. അതായത് പലരും തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി വളരെ വിശദമായിട്ട് ഭർത്താവിനോട് പറയാറുണ്ട്. അപ്പോ ഇത് പലരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. ടീച്ചർമാർ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിലൂടെ. എന്റെ ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റിന്റെ പേര് മായ എന്നാണ് കേട്ടോ. അപ്പോ ആ കുട്ടി അവളുടെ കോളേജ് സമയത്തെ ഒരു ക്രഷിനെ പറ്റി അവളുടെ ഹസ്ബൻഡിനോട് ഇങ്ങനെ കാഷ്വൽ ടോക്കില് ഡിന്നർ സമയത്ത് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയുണ്ടായി. ഹസ്ബൻഡ് ആദ്യം ഇങ്ങനെ ചിരിച്ചിരിച്ച് കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പതുക്കെ പതുക്കെ അദ്ദേഹം ഇൻസെക്യൂർ ആകാൻ തുടങ്ങി. അയാൾക്ക് ആ നിമിഷം വരെ ഭാര്യയെ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ അദ്ദേഹം ഭാര്യയെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. അവള് അയക്കുന്ന മെസ്സേജുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവളുടെ കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് അവളിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം മുഴുവനും, ആ ഒരു ട്രസ്റ്റ് മുഴുവനും അതോടെ പോയി കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവരത് എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ അത് ഹസ്ബൻഡ് ചിലപ്പം ആ ഒരു രീതിയിലായിരിക്കില്ല അതിനെ ഉൾക്കൊള്ളുന്നത്. അത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്ക് പോകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു കാരണവശാലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഴുതിക്കോളൂ. ക്രിട്ടിസൈസിങ് ഹിസ് ഫാമിലി. ഹസ്ബൻഡിന്റെ ഫാമിലിയെ വിമർശിക്കുന്നത് ഒഴിവാക്കാം. അതായത് ഭർത്താവിന്റെ വീട്ടുകാരെ നിരന്തരം വിമർശിക്കുന്നത് ഭർത്താവിന് ഒരിക്കലും ഇഷ്ടമാവില്ല. ശരിയല്ലേ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ അമ്മ ഭയങ്കര കൺട്രോളിങ് ആണ് എന്ന് എന്റെ ഒരു സ്റ്റുഡന്റ് ഒരിക്കൽ അവളുടെ ഭർത്താവിനോട് പറയണ്ടായി. മുഖത്തടിച്ച പോലെ അവൾ ഇങ്ങനെ പറഞ്ഞു. ഈ ഒരൊറ്റ സെന്റൻസ് അവൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരൊറ്റ സെന്റൻസ് അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു അകൽച്ചയുടെ ഭിത്തി തീർക്കുകയുണ്ടായി. അവള് പിന്നെ പലപ്പോഴും അദ്ദേഹം അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലും ഒഴിവാക്കി. കാര്യം പുള്ളിയുടെ മനസ്സിൽ ആ ഒരൊറ്റ സെന്റൻസ് കേട്ടപ്പോ ഫീൽ ചെയ്തത് അവൾക്ക്, ആ കുട്ടിയുടെ പേര് ലിയ എന്നാണ്, അവൾക്ക് എന്റെ ഫാമിലിയെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയത്. അപ്പൊ നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്താതെ, അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇപ്പോ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ അമ്മമാരാണ്. അപ്പോ ഇപ്പൊ നമ്മളെ അമ്മയെ പറ്റിയാണ് അവര് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? അതുപോലെയാണ് അവർക്കും
ചിലപ്പോ അവരുടെ അമ്മ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, ഭയങ്കര മോശമായിട്ടായിരിക്കും നമ്മളോട് പെരുമാറുന്നത്. പക്ഷെ അത് നമ്മള് ഭയങ്കര എന്താ പറയാ ഇറിറ്റേറ്റഡ് ആയി നമ്മൾ മുഖത്തടിച്ച പോലെ പറയുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അപ്പോ നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ സൂക്ഷിച്ചു വാക്കുകൾ ഉപയോഗിക്കാനും അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കാര്യമായിട്ട് നമ്മൾ പറയാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പയറിങ് ഹിം ടു അതർ മാൻ. പലർക്കും ഉള്ളൊരു സ്വഭാവമാണ് അല്ലെ. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ബിന്ദുവിന്റെ ഭർത്താവിനെ കണ്ടുപഠിക്കുക. നിങ്ങളൊന്ന് നോക്കി, ആ ചേട്ടൻ എന്തൊരു ലവിങ്ങാ, എന്തൊരു കെയറിങ്ങാ. അവളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് എന്താ കൊടുത്തതെന്ന് അറിയാവോ? ഡയമണ്ടിന്റെ നെക്ലസ് ആണ്. ഇങ്ങനെയൊക്കെ പലരും പറയാറില്ലേ. അപ്പോ ഇങ്ങനെ നമ്മള് ആരുമായിട്ട് നമ്മുടെ ഭർത്താവിനെ യാതൊരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത്. ഇപ്പൊ ഉള്ളൊരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ആളുകൾ കാണിക്കുന്ന അവരുടെ ലൈഫ് കണ്ടിട്ട് അപ്പോ പലരും അവരുടെ ലൈഫും ആ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന, ഇപ്പൊ യൂട്യൂബിലാണെന്ന് വെച്ചാൽ അതിൽ കാണിക്കുന്ന ഓരോരുത്തരുടെ ലൈഫുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നത്. അവരുടെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടിയ, അവളുടെ അമ്മായിയമ്മ നോക്കൂ എന്ത് സൂപ്പറാ. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിന്റെ താഴെയൊക്കെ ചിലരിടുന്ന, അയ്യോ നിങ്ങളുടെ അമ്മായിയമ്മ എന്ത് നല്ലതാ, എനിക്ക് ഇവിടെ ഉള്ളൊരു അമ്മായിയമ്മ പറയണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടൊക്കെ പറയുന്ന കാണാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിൽ എല്ലാവരും കാണിക്കുന്നത് അവരുടെ ഒറിജിനൽ ലൈഫ് ആയിരിക്കില്ല. അവരുടെ പോളിഷ്ഡ് ലൈഫ് ആയിരിക്കും വീഡിയോസിലൂടെ കാണിക്കുന്നത്. എല്ലാ വീടുകളിലും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആരും എടുത്ത് യൂട്യൂബിൽ ഇടാറില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, അങ്ങനെയുള്ള ലൈഫായിരിക്കും, പോളിഷ്ഡ് ലൈഫായിരിക്കും അവർ കാണിക്കുന്നത്. അപ്പൊ അതുമായിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് പേരുടെ, അവർക്ക് നോക്കൂ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവര് വെൽ സെറ്റിൽഡ് ആണ്, അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, അവര് വിദേശത്ത് സെറ്റിലാണ്, എനിക്ക് മാത്രം ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള മാനസികമായിട്ടുള്ള പ്രയാസം, അല്ലെ അവരെ കാണാൻ എന്തോ ഭംഗിയാ, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. ഒരു കാരണവശാലും ഇപ്പൊ അവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ പെർഫെക്റ്റ് ആണ്, അതിനപ്പുറം നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ആ ഫാമിലി നടക്കുന്നുണ്ടാവും. അപ്പൊ യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാതിരിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത് യുവർ ഫ്രണ്ട്സ് സീക്രട്സ്. ചില സ്ത്രീകൾ ചിന്തിക്കുന്നത് ഭർത്താവിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അടുപ്പം അവരുമായിട്ട് വരുമെന്നാണ്. അപ്പോ അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം, അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു സീക്രട്ട് ആയിരിക്കും, നമ്മളോടുള്ള അത്രയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ അവർ നമ്മളോട് ആ കാര്യം തുറന്നു പറയുകയാണ്, നീ ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പല സ്ത്രീകൾക്കും ഉണ്ടല്ലോ രഹസ്യം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഭയങ്കര ഒരു വിമിഷ്ടമാണ്. രഹസ്യം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ അവർക്കൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരില്ല. ആരോടെങ്കിലും അതൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്കത് ഉറക്കം വരില്ല അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പോയി പറഞ്ഞ് പണി കിട്ടിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവര് യെസ് എന്ന് കമന്റ് ഇടും. ഓക്കെ, അങ്ങനെ പിന്നെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്, രഹസ്യമായിരിക്കാം, നമ്മുടെ അടുത്ത് ആരും അടുത്തും പറയരുതെന്ന് പറഞ്ഞ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ യാതൊരു കാരണവശാലും അത് ഈവൻ ഹസ്ബൻഡിനോടാണെങ്കിൽ പോലും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, ഇനി പോയിന്റ് നമ്പർ 5 എന്ന് പറയുന്നത് യുവർ ഇൻസെക്യൂരിറ്റീസ് അബൌട്ട് ഹിം. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില സ്ത്രീകള് ഭർത്താവിനോട് പറയുന്നത് കേൾക്കാം, നിങ്ങൾ എന്നെ ഒരു ദിവസം ചതിക്കും, അതെനിക്ക് ഉറപ്പാ. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നവരുണ്ട്. നിങ്ങൾ അല്ലെങ്കിലും അങ്ങനെ, നിങ്ങൾ ഒരു ദിവസം എന്നെ തീർച്ചയായിട്ടും ചീറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ നിരന്തരം ഹസ്ബൻഡിനോട് പറയുമ്പോ അപ്പോ വളരെ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പറയില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്, അതൊരിക്കലും മറന്നുപോയത്. പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിലപ്പോ അദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളായിരിക്കും, യഥാർത്ഥത്തിൽ അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് വരാൻ ലേറ്റ് ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും വെറും സംശയങ്ങളായിരിക്കും, അതൊന്നും യാഥാർത്ഥ്യമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. യാതൊരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും. ഇനി പോയിന്റ് നമ്പർ 6 എന്ന് പറയുന്നത് ഓവർ ഷെയർ. ഇത് മിക്കവരുടെയും പ്രശ്നമാണ് അല്ലെ. അതായത്
ചിലരുണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ പരാതികൾ, പരിഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ എല്ലാ മൂഡ് സ്വിങ്സും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമോഷണൽ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്റെ ഒരു സ്റ്റുഡന്റ്, അവളുടെ ഭർത്താവിനെ ഒരു ദിവസം മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കും, കോൾ ചെയ്തിട്ട് എന്ന് നിരന്തരം അവളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെയായത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും, പരാതികളും പരിഭവങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ കുട്ടിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, ടീച്ചർ, എനിക്ക് അവളുടെ ഹസ്ബൻഡ് ആയിട്ടല്ല തോന്നുന്നത്, എനിക്കൊരു കൗൺസിലർ ആണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കൗൺസിലറെ വിളിച്ചിട്ടല്ല ഇങ്ങനെ പ്രശ്നങ്ങളും പരിവട്ടങ്ങളും പറയുന്നത്. നമ്മള് മനസ്സിലാക്കേണ്ടത് അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്, അവർക്കും അവരുടേതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ, അതുപോലെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കാര്യമൊക്കെ ശരിയാണ്. നമ്മൾ ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സമാധാനത്തെയും സന്തോഷത്തെയും തകർക്കും. ചില സ്ത്രീകളുണ്ടല്ലേ, ചിലപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കും, ഇങ്ങനെ വിളിച്ചിട്ട് നാട്ടുകാരുടെ പരാതി, വീട്ടുകാരുടെ പരാതി, മറ്റേ കുറച്ച് എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അവർക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ, നമ്മളൊരു സിനിമ കണ്ടിട്ടില്ലേ, ഏതാണ് ചന്ദ്രേട്ടൻ എവിടെയാ അല്ലെ, ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അതിലിങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടില്ല, ചന്ദ്രേട്ടൻ എവിടെ, ചന്ദ്രേട്ടൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അവർക്കും അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അവർക്കും അത് ഒരു ഡിസ്റ്റർബൻസിലേക്ക് പോകും. ഇനി പോയിന്റ് നമ്പർ 7 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കംപ്ലൈൻസ് കോൺസ്റ്റന്റ്ലി. അതായത് ചില ഭാര്യമാർ എപ്പോഴും ഭർത്താവിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എപ്പോഴും പൈസയ്ക്ക് ബുദ്ധിമുട്ടാ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നമ്മൾ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, എന്നിട്ടും എങ്ങും നമ്മൾ എത്തുന്നില്ലല്ലോ. നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും കണക്കാ, നിങ്ങൾ കഴിഞ്ഞ ബിസിനസ് ചെയ്ത് കുറെ പൈസ കൊണ്ട് തൊലച്ചു, ഇനി അടുത്തതിലോട്ട് ഇറങ്ങാത്ത പാടേയുള്ളൂ അല്ലെ. പലർക്കും തോന്നില്ല ഇത് ടീച്ചറമ്മ എന്നെ ഉദ്ദേശിച്ചാണോ, എന്നെ മാത്രം ഉദ്ദേശിച്ചാണോ പറയുന്നതൊക്കെ തോന്നില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ വാവിട്ട ആയുധം പോലും ഇങ്ങനെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല, ശരിയല്ലേ? അപ്പോ ഇങ്ങനെയുള്ള കംപ്ലൈൻസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി പോയിന്റ് നമ്പർ 8 എന്ന് പറയുന്നത് കമ്പയറിങ് ഹിസ് പേരന്റിങ് ടു യുവേഴ്സ്. അതായത് ഞാൻ മക്കളെ വളർത്തുന്ന രീതി നിങ്ങൾ കാണാറില്ലേ, നിങ്ങളാണ് ഈ പിള്ളേരെ വളർത്തി പാഴിക്കളയുന്നത് പറയാറില്ലേ, നിങ്ങളാണ് ഈ പിള്ളേരെ വഷളാക്കുന്നത്. ഞാൻ കണ്ടോ, ഞാൻ അവിടുന്ന് നോട്ടം നോക്കി കഴിഞ്ഞാൽ അവര് നിൽക്കേണ്ട അടുത്ത് നിൽക്കും, അവർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, നിങ്ങൾ ഇങ്ങനെയാ, നിങ്ങൾ അങ്ങനെയാന്ന് പറഞ്ഞ് നിരന്തരം പേരന്റിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേരന്റിങ് ബെസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന്റെ പേരന്റിങ് മോശമാണെന്നും ഒക്കെയുള്ള കമന്റ്സ്, ഇത് അദ്ദേഹത്തിന്റെ മനസ്സിന് വളരെയധികം അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണെന്നറിയോ, ഫീൽസ് ലൈക്ക് ഐ എം എ ഫെയിലിയർ, ഞാനൊരു പരാജയമാണോ എന്നുള്ളൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പോകും. താനൊരു മോശം പേരന്റ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നാനായിട്ട് ഇടയാവും. അപ്പൊ നമ്മള് സ്നേഹത്തോടെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്, കുറ്റപ്പെടുത്താതെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ല എന്നൊക്കെ വളരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി 9ാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ, യുവർ പ്ലാൻ ടു ചേഞ്ച് ഹിം. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന്റെ രൂപം ഉണ്ടാവും. പിന്നെ പണ്ട് മുതലേ ഓരോ സ്ത്രീകളും മനസ്സിൽ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോ അതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും, അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പല സ്ത്രീകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ, അല്ലെങ്കിൽ അയലത്തെ വീട്ടിലെ ചേട്ടനെ നോക്കും, അദ്ദേഹത്തിനെ പോലെ ആകണം എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. നമ്മൾ അങ്ങനെ മാറ്റാൻ ശ്രമിക്കാതെ അക്സെപ്റ്റ് ഹിം ആസ് ഹി ഈസ്, അദ്ദേഹം എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാം. ലവ് ഹിം ഫോർ ഹു ഹി ഈസ് ടുഡേ. അദ്ദേഹം എങ്ങനത്തെ രീതിയിലാണോ, അദ്ദേഹം ഏത് അവസ്ഥയിലാണോ ഇന്ന് എങ്ങനെയാണോ ആ രീതി മനസ്സിലാക്കി അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കാം. അപ്പോ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞു തന്ന 9 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം, പക്ഷെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ടീച്ചറമ്മ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പിന്നെ പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഉപകാരപ്പെടുന്നവർക്കായിട്ട് നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് കമന്റിലേക്ക് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ആ പോയിന്റ് കേട്ടപ്പോൾ യെസ് അതെനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു എന്ന് തോന്നിയ ആ ഒരു പോയിന്റ് ഏതാണ് എന്നുള്ളത് കമന്റിലേക്ക് ഇടും. അപ്പോ
യൂട്യൂബില് ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഈ 9 പോയിന്റ്സും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് ഏറ്റവും സന്തോഷം നിറഞ്ഞതാകട്ടെ. നിങ്ങളുടെ വീടുകൾ സ്വർഗതുല്യങ്ങളായി മാറട്ടെ എന്ന് വിശ്രമ ബ്ലസ് ചെയ്യാണ് കേട്ടോ.